സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സാണ്. ആ കൺട്രോൾ സ്ട്രക്ചേഴ്സിനകത്ത് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. അതിനകത്ത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്, അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനകത്താണ് വരുന്നത് വൈല്, ഡു വൈല്, ഫോർ. ഇതൊക്കെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ സെക്ഷൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രോൾ സ്ട്രക്ചേഴ്സിൻ്റെയും എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസാണ് ഞാൻ ഈ സെക്ഷനിൽ എടുക്കുന്നത്. അതിൽ ഫസ്റ്റാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്കൊരു പ്രോഗ്രാം പറയുന്നുണ്ട്. ടു ഡിസ്പ്ലേ റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് ഇഫ് സ്കോർ ഈസ് 18 ഓർ മോർ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാം തന്നെയാണ്, അത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ആദ്യത്തെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടു ഡിസ്പ്ലേ യു ഹാവ് പാസ്ഡ് ഇഫ് സ്കോർ ഈസ് 18 ഓർ മോർ. സ്കോറിൻ്റെ വാല്യൂ 18ൻ്റെ മണ്ടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതാണ് പ്രോഗ്രാം. അപ്പം എല്ലാ പ്രോഗ്രാമും തുടങ്ങുന്നത് ഡിറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്താണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. എന്നിട്ട് യൂസിങ് നെയിം സ്പേസ് std, യൂസിങ് നെയിം സ്പേസ് std. ഇൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ എല്ലാ പ്രോഗ്രാമിനും ഉള്ളത് തന്നെയാണ്, സിമിലർ തന്നെയാണ്. അടുത്ത ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, ഇൻ്റെ സ്കോർ. സ്കോറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ നമുക്ക് യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന വാല്യൂ മെസ്സേജ് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അടുത്ത ഇൻ്റെ സ്കോർ ഈസ് ദ വേരിയബിൾ ആൻഡ് ഇൻറ്റീജർ ഈസ് ദ ഡേറ്റ ടൈപ്പ്. അടുത്ത സി ഔട്ട് എൻ്റർ ദ സ്കോർ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമിക്കോളം വെച്ച് നമ്മൾ ടെർമിനേറ്റ് ചെയ്തിരിക്കണം. അടുത്ത സി ഇൻ സ്കോർ. ഓക്കെ, സി ഇൻ സ്കോർ എൻ്റർ ചെയ്യാം. അടുത്തതാണ് ഇഫ് ബ്ലോക്ക്. ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 18ൻ്റെ മണ്ടയിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. സി ഔട്ട് എന്ന് മെസ്സേജ് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് യു ഹാവ് പാസ്ഡ്. റിട്ടേൺ 0. യു ഹാവ് പാസ്ഡ്, റിട്ടേൺ 0. ഇതാണ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ആ ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തു. യൂസിങ് നെയിം സ്പേസ് std എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെയിൻ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡീഫോൾട്ടാണ്, എല്ലാ പ്രോഗ്രാമിനകത്തും വരുന്ന കാര്യമാണ്. അടുത്ത ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് സ്കോർ. എൻ്റെ പ്രോഗ്രാം ഇതാണ്. സ്കോറിൻ്റെ വാല്യൂ 18 ഗ്രേറ്റർ ആണെങ്കിൽ എനിക്ക്
യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന വാല്യൂ മെസ്സേജ് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതിൽ സി ഔട്ട് എൻ്റർ ദ സ്കോർ, ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് അതാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീൻ ഇതാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. സി ഔട്ട് എൻ്റർ ദ സ്കോർ നമ്മോട് ചോദിക്കുകയാണ്, ഇങ്ങോട്ട് സിസ്റ്റം ചോദിക്കും. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യം പ്രിൻ്റ് ചെയ്യും ഔട്ട്പുട്ട് സ്ക്രീനിൽ, എൻ്റർ ദ സി ഇൻ സ്കോർ. എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? ഫോർ എക്സാമ്പിൾ സ്കോറിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു 50. ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. സി ഔട്ടും മനസ്സിലായിക്കോണം, ഔട്ട്പുട്ടും ഇൻപുട്ടും ആണ്. എൻ്റർ ദ സ്കോർ, ഞാൻ എൻ്റർ ചെയ്തു സ്കോർ 50. If score is greater than 18, 50 is greater than 18 ആണോ? ആണെങ്കിൽ സി ഔട്ട് യു ഹാവ് പാസ്ഡ്. അപ്പം 50യുടെ വാല്യൂ 18നേക്കാളും കൂടുതലാണ്. അപ്പം നമുക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കിട്ടും, യു ഹാവ് പാസ്ഡ് എന്നുള്ള മെസ്സേജ് എൻ്റർ ചെയ്ത് കിട്ടും. എന്നാൽ ഡബിൾ കോട്ട്സിലാണ് കൊടുത്തേക്കുന്നത്. ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുത്താലും അത് അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ യു ഹാവ് പാസ്ഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ എൻ്റർ ദ സ്കോർ 9 എന്ന്, ഫോർ എക്സാമ്പിൾ 9 എന്നുള്ള വാല്യൂ ആണ് ഞാൻ എൻ്റർ ചെയ്തത്. സ്കോറിൻ്റെ വാല്യൂ 9 ആണ് എൻ്റർ ചെയ്തത്. ഇഫ് 9 ഈസ് ഗ്രേറ്റർ ദാൻ 18 ആണോ? അല്ല, ഫോൾസ് ആണ്. ആ എക്സ്പ്രഷൻ ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ, ഈ സി ഔട്ട് യു ഹാവ് പാസ്ഡ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇഫ് കണ്ടീഷനിൽ കൊടുക്കുന്ന വാല്യൂ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്തിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് എൽസ്. If else. If else. If else നിങ്ങൾക്ക് പറയുന്നൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to check the given number is even or odd. To check the given number is even or odd. അതിനാണ് ഉള്ള പ്രോഗ്രാമാണ്. നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പം എല്ലാ ഡയറക്റ്റീവ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. മെയിൻ ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പറയാം ഇൻറ്റ് നം സി ഔട്ട് enter the number. Enter the number. See now. If num mod of 2 is equal to 0. If num mod of 2 is equal to 0, see out the number is even. Else see out the number is odd.
return 0 closing the bracket. Return 0 closing the bracket. എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ കൊടുക്കണം. ആ നമ്പർ കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് ഓഡാണോ ഈവനാണോ എന്ന് ചെക്ക് ചെയ്ത് കിട്ടണം. അതിനുള്ള പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എല്ലാ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തു. ഞാനൊരു മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് നം. നമ്മൾ കൊടുക്കുന്ന നമ്പർ ഏതാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നം എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു നം. ആൻഡ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണ്. ഓക്കെ. അടുത്ത സി ഔട്ട് എൻ്റർ ദ നമ്പർ. ഞാൻ ഔട്ട്പുട്ട് സ്ക്രീൻ എഴുതാൻ പോവാണ്. സി ഔട്ട് എൻ്റർ ദ നമ്പർ. അപ്പോൾ എനിക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എൻ്റർ ദ നമ്പർ. അടുത്ത സി ഇൻ നം. നമ്മൾ ഇൻപുട്ട് ചെയ്യണം. നമ്മളാണല്ലേ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്ത് കിട്ടണം. അതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഞാൻ കൊടുക്കുകയാണ് സേ 50. ഞാൻ 50 എന്നുള്ള നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇഫ് നം ഈസ് നം ഓഫ് മോഡ് ഈസ് 2, ഇഫ് നം മോഡ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0, അല്ലേ? റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. ഈക്വൽ ടു ഓപ്പറേറ്റ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റ് ആണ്. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. ഇഫ് നം മോഡ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0, അതായത് 50 മോഡ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 ആണോ? ആണ്, അല്ലേ? മോഡ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? റിമൈൻഡർ ഓഫ് ആൻ ഇൻറ്റിജർ ഡിവിഷൻ. റിമൈൻഡർ ഓഫ് ആൻ ഇൻറ്റിജർ ഡിവിഷൻ, അതാണ് മോഡ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ 50/2 എന്ന് പറയുന്നത് കോഷ്യൻ്റ് എത്ര കിട്ടും? 25 ആണ്. റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അപ്പം 50 മോഡ് ഓഫ് 2 എന്ന് പറയുന്നത് റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഈ ഇഫ് ബ്ലോക്കിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇഫ് ബ്ലോക്കിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ദ നമ്പർ ഈസ് ഈവൻ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദ നമ്പർ ഈസ് ഈവൻ. ഓക്കെ. ഈ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. റിട്ടേൺ 0. ഓക്കെ. ഞാൻ കൊടുത്തു 9 എന്നുള്ളൊരു വാല്യൂ ആണ് കൊടുത്തത്. എൻ്റെ അടുത്ത നമ്പർ 9 എന്നുള്ള വാല്യൂ ആണ് ഞാൻ കൊടുത്തതെന്ന് വെച്ചോ. സിൻ്റെ വാല്യൂ 9 എന്ന് കൊടുത്തു. ഈ 9 മോഡ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ എന്തോ സംഭവിക്കും? ഇഫ് ബ്ലോക്കിനകത്ത് കിടക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ദ നമ്പർ ഈസ് ഈവൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് എൽസ് പാർട്ടി വരും. അതെന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല, ഫോൾസ് ആണ്. അപ്പം എൽസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫോൾസ് പാർട്ടാണ്. എൽസ് പാർട്ടി വരും. അവിടെ എന്താണ്? ദ നമ്പർ ഈസ് ഓഡ്. അപ്പോൾ എങ്ങനെ പ്രിന്റ് ചെയ്യും? ദ നമ്പർ ഈസ് ഓഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് പ്രോഗ്രാം. ദ നമ്പർ ഈസ് ഓഡ്. ഓക്കെ. ഇഫിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫോൾസ് ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ എൽസ് പാർട്ടിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് എൽസ്. ഓക്കെ. അടുത്ത പറയുന്നത് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ്. അതൊരു വലിയൊരു പ്രോഗ്രാമാണ് കേട്ടോ അത്. nested if. In the main function.
ഇതാണ് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് among 3 numbers. ഇതാണ് പ്രോഗ്രാം ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് among 3 numbers. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാ പ്രോഗ്രാമിലുള്ള പോലെ തന്നെ നമ്മളെല്ലാ ഡയറക്റ്റീവ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു. മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എൻ്റെ 3 നമ്പർ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇൻ്റെ എക്സ് കോമ വൈ കോമ ഇസഡ്. ഇൻ എക്സ് കോമ വൈ കോമ ഇസഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ 3 numbers. 3 നമ്പറാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത് അല്ലേ? ആ 3 നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ലാർജർ ഏതാണെന്ന് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതിനുള്ള പ്രോഗ്രാം. ഓക്കെ. ഇൻ്റെ മെയിൻ സി ഔട്ട് എൻ്റർ 3 numbers. അടുത്ത നമ്പർ സി ഔട്ട് എൻ്റർ 3 numbers. സി ഔട്ട് എൻ്റർ 3 numbers. 3 നമ്പർ എൻ്റർ ചെയ്യാനായിട്ടൊരു സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അടുത്ത സി ഇൻ എക്സ് വൈ ഇസഡ്. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നത്. സി ഇൻ എക്സ് വൈ ഇസഡ്. ഇതെന്താണ്? കാസ്കേഡിങ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാസ്കേഡിങ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടല്ലോ, കാസ്കേഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ വരികയാണെങ്കിൽ, ഇൻ ദിസ് കേസ് ഇൻപുട്ട് ഓപ്പറേറ്ററാണ്. ഇൻപുട്ട് ഓപ്പറേറ്റർ വരികയാണെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ പറയുന്ന വേറെ ഒരു പേരാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അതിനാണ് നമ്മൾ കാസ്കേഡിങ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത if x is greater than y. If x is greater than y. See out the largest number is x. The largest number is x. The largest number is x. Else see out the largest number is y. Number is y. Okay. ആ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കിയാണ് അടുത്ത് അവിടെ എഴുതാൻ പോകുന്നത്. else if y is greater than z. See out the largest number is y. Else see out the largest number is return 0. Else
see out the largest number is z. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ 3 നമ്പർ ഉണ്ട്, ആ 3 നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് അതിനകത്ത് ലാർജസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കണം യൂസിങ് നെസ്റ്റഡ് ഇഫ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എഴുതിയപ്പോൾ ഒരു കോഡ് ഞാൻ വിട്ടുപോയി കേട്ടോ. ഇവിടെ തൊട്ടൊന്ന് മായ്ക്കേണ്ടി വരും. If s greater than z, see out large is x. Large is x. See out large is x. Else see out large is y. Large is y. ആ ബ്രേസസ് ക്ലോസ് ചെയ്യാം. Large is y. അടുത്ത എൽസ് പാർട്ട്. Else if y is greater than z, see out. If y is greater than z, see out large is y. Else see out large is z. Else see out large is z. Return 0. പ്രോഗ്രാം ഇതാണ്. 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പറിൽ എനിക്ക് ലാർജസ്റ്റ് എനിക്ക് കണ്ട് പിടിക്കണം. ലാർജസ്റ്റ് വാല്യൂ അല്ലെ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം എല്ലാ ഡയറക്ടറീസും മെയിൻ ഫംഗ്ഷൻ എല്ലാം ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. എക്സ് വൈ ഇസഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് 3 നമ്പേഴ്സ്. 3 നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എക്സ് വൈ ഇസഡ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ ടൈപ്പാണ്. സി ഔട്ട് എൻ്റർ 3 നമ്പേഴ്സ്. സി ഔട്ട് എൻ്റർ 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. സി ഇൻ എക്സ് വൈ ഇസഡ്. സി ഇൻ എക്സ് വൈ ഇസഡ് 3 നമ്പർ ഞാൻ എൻ്റർ ചെയ്തു. അപ്പം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഞാനിവിടെ എഴുതാൻ പോവാണ്. എക്സ് ഈസ് ഈക്വൽ ടു 50, y ഈസ് ഈക്വൽ ടു 90 and z ഈസ് ഈക്വൽ ടു 100. If x is greater than y, if x is greater than y, x ന്റെ വാല്യൂ എത്രയാണ്? 50. 50 is greater than y, y യുടെ വാല്യൂ എത്രയാണ്? 90. അപ്പോൾ 50 is greater than 90 ആണ്. ആണോ? അല്ല. നെക്സ്റ്റ് വേരിയബിൾ നെക്സ്റ്റ് ഇതിൻ്റെ ട്രൂ പാർട്ടാണിത്. ഈ ഇഫിൻ്റെ ട്രൂ പാർട്ടാണിത്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്, എക്സിൻ്റെ വാല്യൂ ഇസഡിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 50.
ഇസഡിൻ്റെ വാല്യൂ 100. 50 ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണോ? ആണോ? അല്ല. അപ്പം സി ഔട്ട് ലാർജ് ഈസ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഏത് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് പാർട്ട്. സി ഔട്ട് ലാർജ് ഈസ് വൈ എന്നുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ വൈയിലേക്കാളും ഗ്രേറ്റർ അല്ല, ഇസഡിനേക്കാളും ഗ്രേറ്റർ അല്ല. അപ്പം എന്തോ സംഭവിക്കും? എൽസ് പാർട്ടിൽ കിടക്കുന്ന വാല്യൂ ദ ലാർജ് ഈസ് വൈ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ദ ലാർജ് ഈസ് 90 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒരു എൽസ് പാർട്ട് വരുന്നുണ്ട്. അവിടെ ചെക്ക് ചെയ്യാണ്. ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്. ഇത് ഈ ഇഫ് ബ്ലോക്കിൻ്റെ പാർട്ട് ഇത്രയും. ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്, സി ഔട്ട് ലാർജ് ഈസ് വൈ. വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ 90. 90 ഗ്രേറ്റർ ദാൻ 100 ആണോ? അല്ല. അപ്പം സി ഔട്ട് ലാർജ് ഈസ് വൈ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ വാല്യൂ ഫോൾസ് ആണ്. അപ്പം 90 ഈസ് ഗ്രേറ്റർ ദാൻ 100 എന്നുള്ള വാല്യൂ ഫോൾസ് ആണ്. ഏത് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും? സി ഔട്ട് ദ ലാർജ് ഈസ് ഇസഡ് എന്നുള്ള വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് എന്താ കിട്ടും? ലാർജ് ഈസ് ഇസഡ്. ലാർജ് ഈസ് ഇസഡ് എന്നുള്ള വാല്യൂ ലാർജ് ഈസ് ഇസഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. 3 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യണം. അതിനകത്ത് ലാർജസ്റ്റ് നമ്പർ എനിക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ ആണോ? 50 ഈസ് ഗ്രേറ്റർ ദാൻ വൈ. വൈ എന്ന് പറയുന്നത് 90 ആണോ? അല്ല. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്, എക്സ് ഈസ് മീൻസ് 50 ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണോ? ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന്. അല്ലാത്തതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് ലാർജ് ഈസ് വൈ. ഓക്കെ, സി ഔട്ട് ലാർജ് ഈസ് വൈ. എൽസ് ഒരു കണ്ടീഷൻ നമ്മൾ പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ്. എൽസ് ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഇസഡ്, സി ഔട്ട് ലാർജ് ഈസ് വൈ. സി ഔട്ട് ലാർജ് ഈസ് വൈ. 90 ഈസ് ഗ്രേറ്റർ ദാൻ 100 ആണോ? അല്ല. എൽസ് സി ഔട്ട് the large is z. അപ്പം if 90 is greater than 100 ആണെങ്കിൽ സി ഔട്ട് ലാർജ് ഈസ് വൈ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ആ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ചെയ്യാത്തതുകൊണ്ട് ആ ഇഫ് ബ്ലോക്കിൻ്റെ എൽസ് പാർട്ട് ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഇതിൻ്റെ ഈ ഇഫ് ബ്ലോക്കിൻ്റെ എൽസ് പാർട്ടാണ് ഈ ഇഫ് ബ്ലോക്ക്, ഈ എൽസ്. ആദ്യം കാണുന്ന ഇഫ് ബ്ലോക്കിൻ്റെ എൽസ് പാർട്ടാണ് ഇത്. ഈ ഇഫിൻ്റെ എൽസ് പാർട്ടാണ് ഇത്. ഈ ഇഫിൻ്റെ എൽസ് പാർട്ടാണ് ഇത്. എത്ര ഇഫ് ഉണ്ടോ അത്ര എൽസ് പാർട്ടും കണ്ടിരിക്കും. ഇതാണ് പറയുന്ന പോയിന്റ്. എത്ര ഇഫ് പാർട്ടുണ്ടോ അത്രയും എൽസ് പാർട്ടും വന്നിരിക്കും. ഇപ്പം 3 ഇഫ് ഉണ്ട്, 3 എൽസ് പാർട്ടും വന്നു. അപ്പോൾ എന്തോ പ്രിൻ്റ് ചെയ്യും? ഇൻ ദിസ് കേസ് ദ ലാർജ് ഈസ് ഇസഡ് എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഇതാണ് പ്രോഗ്രാം. അത് നിങ്ങൾ എഴുതി നോക്കും. പ്രോഗ്രാം മനസ്സിലാക്കി ഒന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഞാൻ ചെറിയ ചേഞ്ചസ് തന്ന പ്രോഗ്രാം വരുത്തിയിട്ടുണ്ട്. അത് ആ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജിന് മാത്രമേ അങ്ങനെ വരുത്തുള്ളൂ. കാരണം ഇതിനകത്ത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്പേസ് തികയത്തില്ല ബോർഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പം ഇതാണ് നെസ്റ്റഡ് ഇഫ്. അടുത്ത പറയുന്നത് എൽസ് ഇഫ് ലാഡർ. എൽസ് ഇഫ് ലാഡർ.
To find the grade of a student for a given score. ഒരു സ്കോർ തരും, അതിൻ്റെ ഗ്രേഡ്, അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതിൻ്റെ ഗ്രേഡ് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അപ്പം ഞാൻ നിങ്ങൾ ബുക്കിലുള്ള പ്രോഗ്രാമാണ്, അതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. മൊത്തം ഞാൻ എഴുതത്തില്ല, എഴുതി കഴിഞ്ഞാൽ സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മൊത്തം എഴുതത്തില്ല. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതിനകത്ത് നിന്ന് സ്കിപ്പ് ചെയ്ത് കളയും. int score. Cout enter score. Cout enter score. Cin score. Cin score. If score is greater than or equal to 80, Cout grade. Cout grade. Else if score is greater than or equal to 40, Cout grade B grade. അടുത്തൊരു else if part. Else if score greater than or equal to 20, Cout grade C. Else Cout fail. Cout failed. ഇതിനകത്തുള്ള ഈ പ്രോഗ്രാം പറയുന്നത് നമ്മളൊരു സ്കോർ എന്നുള്ളൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഏത് ഗ്രേഡ് ആണെന്നുള്ളത് എനിക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടണം. ആദ്യം ഇൻറ്റ് സ്കോർ എന്നുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഇൻറ്റ് സ്കോർ Cout എൻ്റർ സ്കോർ. അതിന് ഔട്ട്പുട്ട് സ്ക്രീനാണ്. സ്കോർ എന്നുള്ളൊരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. എൻ്റെ Cout എൻ്റർ സ്കോർ ഔട്ട്പുട്ട് സ്ക്രീനാണ് ഞാൻ പറയുന്നത്. Cin score ഞാൻ എൻ്റർ ചെയ്യാണ് 30. If 30 is greater than or equal to 80 ആണോ? അല്ലാത്തത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഇഫിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ എക്സ്പ്രഷൻ ഫോൾസ് ആണ്. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. Else if
30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ? അല്ല. സി ഔട്ട് ഗ്രേഡ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ഗ്രേറ്റർ ദാൻ ഈക്വൽ 20 ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 20 ആണ്. 30 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണ്. ആയതുകൊണ്ട് സി ഔട്ട് ഗ്രേഡ് സി എന്തോ പ്രിന്റ് ഗ്രേഡ് സി എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഗ്രേഡ് സി എന്ന് പ്രിന്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സ്കോർ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, എൻ്റർ സ്കോർ സി ഇൻ എൻ്റർ ദ സ്കോർ, സി ഔട്ട് എൻ്റർ സ്കോർ. അപ്പോൾ എൻ്റർ സ്കോർ എന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സി ഇൻ സ്കോർ ഞാൻ എൻ്റർ ചെയ്തു 30. ഇഫ് 30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ? അല്ല. അപ്പം സി ഔട്ട് ഗ്രേഡ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. 30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണോ? അല്ല. സി ഔട്ട് ഗ്രേഡ് ബി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. എൽസ് ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ? അല്ല. 30 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണ്. സി ഔട്ട് ഗ്രേഡ് സി, ഗ്രേഡ് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കും. എൽസ് സി ഔട്ട് ഫെയിൽ, റിട്ടേൺ 0. ഇതാണ് പ്രോഗ്രാം. ഓക്കെ, ഈ കണ്ടീഷൻ, ഈ ഇഫും എൽസിഫ് പാർട്ടി കിടക്കുന്ന ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതായത് ട്രൂ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എൽസ് പാർട്ട് എന്താണോ കിടക്കുന്നത്, ലാസ്റ്റ് എൽസ് പാർട്ടിൽ എന്താണോ കിടക്കുന്നത്, അല്ലെങ്കിൽ എൽസ് പാർട്ടിൽ എന്താണോ കിടക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 20 താഴെ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, സ്കോറിൻ്റെ വാല്യൂ 20 താഴെ വന്നു കഴിഞ്ഞാൽ ഏത് വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും? സി ഔട്ട് ഫെയിൽഡ് എന്നുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് എൽസ് ഇഫ് ലാഡർ. അടുത്ത പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് 3 വാല്യൂ ഉണ്ട്, 1, 2, 3. പ്രോഗ്രാം ഇതാണ് ടു ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദി ഡേ ഓഫ് ഫോർ എ ഗിവൺ നമ്പർ. ഒരു നമ്പർ നമ്മൾ തരുമ്പോൾ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ വലിയൊരു പ്രോഗ്രാമായാണ് ചെറിയ പ്രോഗ്രാമായിട്ട് ചുരുക്കുകയാണ്. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സൺഡേ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണം. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്ത്. ഈ 3 ഇതേ ഞാൻ പറയുന്നത്. 3 ഡേ ഉള്ളൂ നമുക്ക്. നിങ്ങൾക്ക് 7 ഡേ പറയുന്നുണ്ട്, നമുക്ക് 3 ഡേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്ത് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, ആദ്യം എല്ലാത്തിനും ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻഡ് ഡേ. ഇൻഡ് ഓക്കെ, അതെ. സി ഔട്ട് എൻ്റർ ദി ഡേ. സി ഔട്ട് എൻ്റർ ദി ഡേ. സ്വിച്ച് സി ഇൻ ഡേ. സി ഇൻ ഡേ. സ്വിച്ച് ഡേ. സ്വിച്ച് ഡേ. Case 1, C out
Sunday. Break. ഇത് ബാക്കിയാണ്. Case 2. Case 2. See out. Monday. Break. Case 3. See out. Tuesday. Break. Default. See out. Invalid. Invalid input. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ കേസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ ആ കേസ് സ്റ്റേറ്റ്മെന്റ് വാല്യൂ ആയിട്ട് ആ എക്സ്പ്രഷന്റെ വാല്യൂ അല്ല നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് കേസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് 3 നമ്പർ ഉണ്ട്. 1, 2, 3. 1 റെപ്രസെൻറ്റ് സൺഡേ, 2 റെപ്രസെൻറ്റ്സ് മൺഡേ, 3 റെപ്രസെൻറ്റ്സ് ട്യൂസ്ഡേ. അപ്പം ഞാനത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യണം. ആദ്യം ആ 1, 2, 3 റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഡേ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ, എൻ്റർ ദി ഡേ, റിട്ടേൺ 0, റിട്ടേൺ എൻ്റർ ദി ഡേ. അതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻ ഏതാണെന്ന് പോകാം. റൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അതാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. അപ്പോൾ എന്താ കിട്ടും? സി ഔട്ട് എൻ്റർ ദി ഡേ. അപ്പോൾ ഇങ്ങനെ എൻ്റർ ദി അതിൽ ഡേ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഓഫ് ടൈപ്പ് ഇൻറ്റിജർ, എൻ്റർ ദി ഡേ. സി ഇൻ ഡേ. ഡേക്ക് ഏതൊക്കെ വാല്യൂ വരാം? ഇൻ ദിസ് കേസ് 1, 2, 3 3 വാല്യൂ വരാം. ഞാൻ എൻ്റർ ചെയ്തു 3, 3 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. ഇപ്പോൾ സ്വിച്ച് ഡേ, ഡേയുടെ വാല്യൂ എത്ര ഞാൻ എൻ്റർ ചെയ്ത് വെച്ചേക്കുന്നത്? 3. സ്വിച്ച് 3 ഈസ് ഈക്വൽ ടു കേസ് 1 ആണ്. കേസ് 1 ആണോ? 1 ഈസ് ഈക്വൽ ടു 3 ആണോ? സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 വരുന്ന കേസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. സിമിലർ ആണോ? അല്ല. അപ്പം ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. അടുത്ത കേസ് വരും, കേസ് 2. 2 ഈസ് ഈക്വൽ ടു 3, 2 ഈസ് ഈക്വൽ ടു 3 സിമിലർ ആണോ? അല്ല. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അടുത്ത കേസ് വരും, കേസ് 3. ഡേയുടെ വാല്യൂ എത്രയാണ്? 3. കേസ് 3 ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ കേസ് 3 കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്തോ പ്രിൻ്റ് ചെയ്യും? ട്യൂസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യും. ബ്രേക്ക് ചെയ്യും. ഫുൾ ആ ലൂപ്പിൽ നിന്ന് തന്നെ ബ്രേക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? അതായത് ഈ ഡേയുടെ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കേസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ കിടക്കുന്നത് ആ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വേറൊരു കേസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ വാല്യൂ കൊടുത്തു, ഡേയുടെ വാല്യൂ 4 ആയിട്ട് കൊടുത്തെന്ന് വെച്ചാൽ അസ്യൂം ചെയ്യുക. അപ്പം സ്വിച്ച് 4 എന്നുള്ള വാല്യൂ വരുന്ന ഏതെങ്കിലും ഒരു കേസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കൂ. ഇല്ല,
ഒന്നുമില്ലല്ലോ, കേസ് 1 2 3 നമുക്കുള്ളൂ. അപ്പം എന്താ സംഭവിക്കും? ആ കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ, ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ കിടക്കുന്നത്, അതിനകത്ത് എന്താ കിടക്കുന്നത്? ഇൻവാലിഡ് ഇൻപുട്ട് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എന്തോ പ്രിന്റ് ചെയ്യും? ഇൻവാലിഡ് ഇൻപുട്ട് എന്ന്, IBAR മീൻസ് ഇൻപുട്ട് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത പറയുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് വേണ്ട, അത് വിട്ടേക്ക്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതിനുള്ള പ്രോഗ്രാമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കിട്ടണം. അതിനകത്ത് എല്ലാത്തിലും ഉള്ള പോലെ തന്നെ നമ്മൾ ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream, അടുത്ത യൂസിങ് നെയിം സ്പേസ് STD, നേരത്തെ എഴുതിയ കാര്യം തന്നെ, നെയിം സ്പേസ് STD, ഇൻഡ് മീൻ, ഇത് ഡീഫോൾട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഡീഫോൾട്ടാണ് എല്ലാ പ്രോഗ്രാമിലും. അതിന് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് n ഈസ് ഈക്വൽ ടു 1. ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് 1 എന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത്, n ഈസ് ദ വേരിയബിൾ ആൻഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ ആൻഡ് വി സ്റ്റോർ എ വാല്യൂ 1. എന്നിലേക്ക് ഒരു വാല്യൂ 1 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. while n is less than or equal to 10, less than or equal to 10, cout n plus n plus n. Return 0. എന്താ സംഭവിക്കുന്നത്? ആദ്യം n എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. എന്നിൻ്റെ വാല്യൂ എന്താണ്? 1 ആക്കി. while 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്ത് കയറത്തുള്ളൂ. ലൂപ്പാണ്, ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇത്രയാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഈ രണ്ട് ബ്രേസിനകത്ത് കിടക്കുന്നു. ബോഡി ഓഫ് ദി cout n എന്തോ പ്രിന്റ് ചെയ്യും? 1 എന്ന് പ്രിന്റ് ചെയ്യും. പ്ലസ് n കൺട്രോൾ തിരിച്ച് എവിടെ വരും? ലൂപ്പിൽ വരും, വൈലി വരും. പ്ലസ് എന്ന് പറയുമ്പോൾ 1 എത്രയായി? 2 ആയി. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ 10 ആണോ? ആണ്. cout n കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക്, ഇത് കണ്ടെത്തുന്നത് ഒരു സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു സ്പേസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം 1
പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് വിട്ടതിന് ശേഷം 2 പ്രിൻ്റ് ചെയ്യും. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യും. ++1 എന്നിൻ്റെ വാല്യൂ എത്രയായി? 3 ആയി അല്ലേ? പിന്നെ കൺട്രോൾ ഇവിടെ വരും, വൈൽ ലൂപ്പിൽ വരും. 3 < 10 ആണോ ചെക്ക് ചെയ്യും. ആണോ? ആണ്. സി ഔട്ട് എൻ സ്പേസ് എന്ന് പ്രിൻ്റ് ചെയ്ത് ഒരു സ്പേസ് വിടാൻ. ഇപ്പം എന്താ സംഭവിക്കും? 3 ഒരു സ്പേസ് വിടും, 3 എന്ന് പ്രിൻ്റ് ചെയ്യും, ഒരു സ്പേസ് ++n എന്നിൻ്റെ വാല്യൂ എത്രയായി? 4 ആയി. കൺട്രോൾ പിന്നെയും വരും. 4 < 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. സി ഔട്ട് എൻ എന്തോ പ്രിൻ്റ് ചെയ്യും? 4 പ്രിൻ്റ് ചെയ്യും. ഒരു സ്പേസ് വിടാൻ പറയും, ഒരു സ്പേസ് ++n 4ൻ്റെ വാല്യൂ എത്രയായി? 5 ആയി. ++n മീൻസ് n = n+1. അതിൻ്റെ അതേ മീനിങ് ആണ് ++n. നിങ്ങൾ പഠിച്ചാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ഡിസ്ക്രിമെൻ്റ് ഓപ്പറേറ്റർ. ++n പിന്നെയും കൺട്രോൾ വരും. 5 < 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യും. ആണോ? ആണ്. സി ഔട്ട് എൻ പ്രിൻ്റ് ചെയ്യാൻ പറയും. സ്പേസ് വിട്ടിട്ട് പ്രിൻ്റ് ചെയ്യും. പിന്നെ ഒരു സ്പേസ് വിടാൻ പറയും, ഒരു സ്പേസ്. എതുവരെ പോവും? ഈ ലൂപ്പ് 10 വരെ പ്രിൻ്റ് ചെയ്യും. അപ് ടു 10 വരെ ഒറ്റ ലൈനിൽ പ്രിൻ്റ് ചെയ്യും. ഇതാണ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതാത്തത്. 10 വരെ കറസ്പോണ്ടിങ് 10 < 10 വരെ പോവും. 10 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ് ടു 10 വരെ പ്രിൻ്റ് ചെയ്യും. ഇതുപോലെ പ്രിൻ്റ് ചെയ്തു പോകും. ++n എന്നിൻ്റെ വാല്യൂ 10 ആയി കഴിഞ്ഞാൽ ++n എത്രയായി? 11 ആയി. വൈൽ പിന്നെയും കൺട്രോൾ ഈ വൈൽ ലൂപ്പിൽ തന്നെ വരും. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്, ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നില്ല. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 11 ആയി. 11 < 10 ആണോ? അല്ല. അപ്പോൾ എന്താ സംഭവിക്കും? ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും. കൺട്രോൾ ആ ലൂപ്പിന് വെളിയിൽ പോകും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പ്. ഇതാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കണ്ടീഷൻ, ഇത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത പറയുന്നത് ഡു വൈൽ തന്നെയാണ്. അടുത്ത പറയുന്നത് ഡു വൈൽ ലൂപ്പ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ സിൻടാക്സിന് ഡു ആദ്യം നമ്മൾ ഡു കൊടുക്കും. ലാസ്റ്റ് ആ ലൂപ്പ് ബോർഡിൽ ലാസ്റ്റ് ആണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈൽ n < 10 എന്ന് ചെക്ക് ചെയ്യും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ റിട്ടേൺ ഉണ്ട്. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. ആ ലാസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞതാണ്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൈൽ ലൂപ്പിനകത്ത് ആദ്യമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, ഡു വൈലിനകത്ത് ലാസ്റ്റാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ ആദ്യം തന്നെ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേങ്കിൽ നമ്മൾ ഡു വൈലിനകത്ത് ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു തവണ എന്തായാലും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ആ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, വൈലും ഡു വൈലും. ആ കോഡ് വർക്ക് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഇതാണ് വൈലും ഡു വൈലും. ഇനി പറയുന്നത് ഫോർ ലൂപ്പ്.
ഫോർ ലൂപ്പ് നിങ്ങൾക്ക് പറയുന്നത് ഒരു ഫോർ ലൂപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. അതിന് ഫാക്ടോറിയൽ മീൻസ് ഞാൻ ഒരു വാല്യൂ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫാക്ടോറിയൽ ഓഫ് ദ നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 into 4 into 5 ഇതാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. 1 into 2 into 3 into 4 into 5. അപ്പം ഏകദേശം 120 എനിക്ക് കിട്ടണം. ഇല്ല 120 എടുത്തില്ലേ, 24 120 ആയിരിക്കും വാല്യൂ കിട്ടേണ്ടത്. അതിനുള്ള പ്രോഗ്രാം എഴുതാൻ പോവാണ്. ആദ്യം ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ എല്ലാ ഡയറക്ടറീസ് കഴിഞ്ഞ് ഇൻറ്റ് മെയിൻ എഴുതി. പിന്നെ 2 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് n, i. എൻ്റെ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ലോങ് ഫാക്ട്. അടുത്ത സി ഔട്ട് enter the number. Cin n. Cin n. For I is equal to 1, I less than or equal to n, I plus plus. Fact is equal to fact into I. Fact is equal to fact into I. See out factorial is fact return 0. അപ്പം ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. അതിനുള്ള പ്രോഗ്രാമാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ഡയറക്ടറീസ് ഇൻക്ലൂഡ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്തു, 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നും ഐയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ, ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് കാണുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത് ഐ ഇസ് ദ ഐട്രേഷൻ വേരിയബിൾ. ഐട്രേഷൻ വേരിയബിൾ മീൻസ് നമ്മൾ ലൂപ്പിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിളിനെയാണ് ഐട്രേഷൻ വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നും പറയും. അതാണ് ഐ. അതിൻ്റെ ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഫാക്ട് ഓഫ് ടൈപ്പ് ലോങ്, ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യാൻ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ടൈപ്പാണ് ലോങ്. അടുത്ത എൻ്റർ ദി നമ്പർ. അതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനാണ് ഞാൻ പിന്നെ എഴുതാൻ പോകുന്നത്. ഔട്ട്പുട്ട് സ്ക്രീൻ റൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് അതാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, എൻ്റർ ദി നമ്പർ. എൻ്റർ ദി നമ്പർ. ഓക്കെ. Cin n. ഞാൻ 3 എന്ന് എൻ്റർ ചെയ്തു. 3. അപ്പം 1 into 2 into 3 എന്ന് എനിക്ക് കിട്ടണം. For I is equal to 1, I less than n, I less than or equal to n, I plus plus. Fact is equal to fact into I. Fact is equal to fact into I. ഐയുടെ വാല്യൂ എത്രയാ? 1 ആണ് അല്ലേ? I less than or equal to n. I less than or equal to n means n-ൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ I less than or equal to 3 ആണോ? ആണ്. I plus plus. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറയുന്നു. I is equal to 2 ആവും. ഇപ്പോഴാവത്തില്ല, കൺട്രോൾ പിന്നെ വരുമ്പോഴേ ആവത്തുള്ളൂ. Fact is equal to fact into I. Fact is equal to 1 എന്നാണ്. Fact is equal to 1. Fact is equal to fact into I. ഇപ്പം ഫാക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഇവിടെ എഴുതുകയാണ് 1 is equal to 1 into 1.
ഫാക്റ്റിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ്. അത് എവിടെ സ്റ്റോർ ചെയ്യും? ഫാക്റ്റ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെ കിട്ടും. ഓക്കെ. അപ്പം പിന്നെ ഈ കൺട്രോൾ പിന്നെ ഈ ലൂപ്പിൽ വരുമ്പോൾ, ഈ ഫോർ ലൂപ്പിൽ പിന്നെ ഈ കൺട്രോൾ വരുമ്പോൾ മാത്രമേ ഐയുടെ വാല്യൂ 2 ആവത്തുള്ളൂ. ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞെങ്കിലും ഈ കൺട്രോൾ പിന്നെ ഈ ഫോർ ലൂപ്പിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് ഇവിടെ വരും, കൺട്രോൾ ഇവിടെ വരും. അവിടെ വരുമ്പോൾ മാത്രമേ ഐയുടെ വാല്യൂ 2 ആവത്തുള്ളൂ. അപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ ചെക്ക് ചെയ്യും. ആണ്. ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ എത്രയാവും? 3 ആവും. ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, പക്ഷെ അത് അപ്ലൈ ചെയ്യത്തില്ല. ഫാക്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. ഫാക്റ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2. 1 ഇൻറ്റു 2 എത്രയാണ്? 2 ആണ്. എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ഫാക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എത്രയായി വാല്യൂ? ഫാക്റ്റിൻ്റെ വാല്യൂ എത്രയായി? 2 ആയി. പിന്നെയും കൺട്രോൾ ഇവിടെ പോകും. പൈയുടെ വാല്യൂ എത്രയായി? 3 ആയി. 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? ആണ്. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറയുന്നു. അപ്ഡേറ്റ് ചെയ്യും, പക്ഷേ അത് അപ്ലൈ ചെയ്യത്തില്ല. 4. ഐയുടെ വാല്യൂ 4 ആവും. ഫാക്റ്റ് ഈസ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. ഇപ്പം കറണ്ട് ഐയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പം 2 ഈസ് ഈക്വൽ ടു ഫാക്റ്റിൻ്റെ വാല്യൂ 2. 2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 എത്രയാവും? 6 ആവും. അത് എവിടെ സ്റ്റോർ ചെയ്യാൻ പറയുന്നു? ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറയുന്നു. 6 സ്റ്റോർ ചെയ്യും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് വന്നു. പിന്നെയും ലൂപ്പിനകത്ത് ഐ വരും, കൺട്രോൾ വരും. പിന്നെയും ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? 3 ആണോ? അല്ല. അപ്പം എന്തോ സംഭവിക്കും? ഈ ലൂപ്പ് ബ്രേക്ക് ആവും. ബ്രേക്കായിട്ട് സി ഔട്ട് ഫാക്ടോറിയൽ ഈസ്, അങ്ങനെ ഇപ്പം സി ഔട്ട് ഫാക്ടോറിയൽ ഈസ് അതൊരു സ്ട്രിങ് ആണ്. ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഫാക്ടോറിയൽ ഈസ് അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഡബിൾ കോട്ട്സ് എന്ത് കൊടുത്താലും അതുപോലെ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഡബിൾ ഈസ് ഫാക്ട്. ഫാക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? 6. ഈസ് 6 എന്ന് കാണിക്കും. ഇതാണ് പ്രോഗ്രാം. ഇതാണ് ഫോറിനകത്ത് ഇത് ഇനിഷ്യലൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് അപ്ഡേഷൻ. അപ്ഡേഷൻ അപ്ലൈ ചെയ്യപ്പെടുന്നത് ആ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് ആ കൺട്രോൾ പിന്നെയും ആ ലൂപ്പിൽ വരുമ്പോൾ മാത്രമേ ആ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇതാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഒരു തവണ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, പ്രോഗ്രാമിംഗ് ആണ്, നിങ്ങൾക്ക് പ്രയാസമാണെന്ന് എനിക്കറിയാം. 1-2 തവണ എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് നടത്തുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.